ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗാണ്. ഞാൻ ഓരോരോ ദിവസങ്ങളായിട്ടാണ് വീഡിയോസ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഡേ 1 ആണ്. ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ മല്ലിയൊക്കെ ഇത് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കൈക്കിട്ട് തന്നെ ഞങ്ങളിത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ. ഞങ്ങളൊക്കെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ചൂടുകൊണ്ട്. പിന്നെ നമ്മൾ മുളകൊക്കെ നമ്മൾ നേരത്തെ തന്നെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അങ്ങനെ അതൊക്കെ നമ്മൾ ഉണക്കാൻ വെച്ചു. പിന്നെ അടിയിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ചവിട്ടാൻ തന്നെ വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഉള്ളിലോട്ട് കയറി. വീഡിയോസൊക്കെ ഞാൻ പല ദിവസങ്ങളിലായിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നെക്സ്റ്റ് ഒരു ഡേ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ മല്ലി വറുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമ്മച്ചും ഇപ്പച്ചും കൂടി ആട്ടോ വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കരിവേപ്പിൻ്റെ ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് അങ്ങനെ വറുത്ത് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ട്രിപ്പാണിത്. ഇനി നെക്സ്റ്റ് നമ്മളിത് അടുത്ത ദിവസമാണ് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ രാത്രിയായപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് റമദാൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്ന പ്ലാനറ്റിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളവിടെ പോയപ്പോൾ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേടിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് ഇതുപോലെ ലിസ്റ്റിലൊക്കെ എഴുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വെട്ടിയിടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തപ്പോൾ നമ്മുടെ ട്രോളി ഇവിടെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ നേരെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി. ബില്ലടിക്കുന്നിടയിൽ ഞങ്ങൾ മൂന്നാളും കൂടി ഇതാ ലേസിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് ലേസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. പിറ്റേ ദിവസമാണ് നമ്മൾ ഈ പൊടി ഐറ്റംസ് ഒക്കെ അതിൻ്റെതായ ബോട്ടിലൊക്കെ ആക്കി വെക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ മൈദയാണ് ആക്കി കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ബോട്ടിലാക്കി കൊടുക്കുന്നത് നമ്മളെ ഗ്രീൻ പീസ് ആട്ടോ, അഥവാ പട്ടാണിക്കടലാണ് നമ്മൾ ഇതിലാക്കി കൊടുക്കുന്നത്. അത് ഇമ്മച്ചി പച്ചും കൂടി ഇതൊക്കെ ആക്കി കൊടുക്കുന്നത്. ഞാൻ അവിടെ വെറുതെ വീഡിയോ എടുത്ത് നടക്കണേ ഉള്ളൂ. പിന്നെ ഈ 2 കുഞ്ഞു ബോട്ടിൽ നമ്മളെ പെരിഞ്ചീരകം അതുപോലെ തന്നെ നല്ല ജീരകമൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ നമ്മൾ ഏലക്കായോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് കടലമാവാണ് ആക്കി കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ല ആവശ്യമുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ് ഈ ഒരു ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ ആക്കി കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കുരുമുളക് നമ്മൾ പൊടിക്കാൻ വെച്ചിട്ട് ഇപ്പച്ചി നമ്മളിത് പൊടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇമ്മച്ചി ഇവിടെ കൽക്കണ്ടം ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ബേബിക്ക് വളരെ ആവശ്യമുള്ള സംഭവമാണ്. പിന്നെ പച്ച കുരുമുളകൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ബോട്ടിലും കുഞ്ഞു ബോട്ടിലും നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ ഗരം മസാലൻ്റെ ഒരു ഇത് കിട്ടൂല. അപ്പോൾ നമ്മൾ ആ ഗരം മസാല ഇതുപോലെ വറുത്തെടുത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കാൻ വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാരയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ അതുപോലെ തന്നെ ഒരു വലിയ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. ചെറുത് നമ്മൾ എപ്പോഴും എടുക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അതിലാക്കി കൊടുക്കുന്നത്. പഞ്ചസാര കഴിഞ്ഞാൽ പിന്നെ ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭരണിയിലാണ് നമ്മൾ ഉപ്പാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാതും ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ റാക്കുമ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.